ഹലോ ഹായ് ഇന്നലത്തെ ഒരു റിവെഞ്ച് മാച്ചിന് ശേഷം ഇന്ന് രണ്ട് മാച്ചുണ്ട് IPL. അതായത് ഫസ്റ്റത്തെ മാച്ചിൽ LSG CSKനെയും രണ്ടാമത്തെ മത്സരത്തിൽ മുംബൈ RCBനെയും നേരിടും. നമുക്ക് ആദ്യത്തെ ഫസ്റ്റത്തെ മാച്ചത്തെ പ്ലേയിലൊന്ന് നോക്കി നോക്കാം. ആദ്യം ചെന്നൈ സൂപ്പർ കിങ്സിൽ നോക്കാം. സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പർ, ഋതുരാജ് ഗെയ്ക്വാഡ് ക്യാപ്റ്റൻ, ഉർവിൽ പട്ടേൽ, കാർത്തിക് ശർമ്മ, ഡെവാർഡ് ബ്രേവിസ്, ജേമി ഓപ്പർട്ടൺ, അക്കീൽ ഹുസൈൻ, നൂർ അഹമ്മദ്, അൻഷിൽ കബോജ്, മുകേഷ് ചൗധരി, ഗുർബത് സിംഗ്, ദെൻ ശിവൻ ദൂബെ എന്താവും ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരും. LSTയുടെ പ്രോപ്പർ നോക്കി കഴിഞ്ഞാൽ മിച്ചൽ മാർച്ച്, അർഷിൻ കുൽക്കർണി കഴിഞ്ഞ മാച്ചിൽ കുറച്ച് ഫ്ലോപ്പ് ആയിരുന്നു. പക്ഷേ എങ്കിലും ഈ മത്സരത്തിൽ അവസരം കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. നിക്കോളാസ് പൂരൻ, എയ്ഡൻ മാക്രം ഓർ ജോസ് ഇംഗ്ലീഷ്. എയ്ഡൻ മാക്രം തന്നെ കളിക്കണ്ടായിരിക്കും, എന്നാലും കൊടുത്തു എന്നുള്ളൂ. ഋഷഭ് പന്ത് ക്യാപ്റ്റൻ, ആകാശ് രഘുവംശി, ഹിമ്മത് സിംഗ്, ഷാബാസ് അഹമ്മദ്, വിഘ്നേഷ് റാത്തി, മുഹമ്മദ് ഷാമി, പ്രിൻസ് യാദവ്, മായങ്ക് യാദവ്, മ്യൂസിങ്ങാൻ എന്ത് ചെയ്യും ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരും. എനിക്ക് തോന്നുന്നു മ്യൂസിങ്ങാൻ പരിക്ക് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ മ്യൂസിങ്ങാനായിരിക്കും വരിക. കാരണം മായങ്ക് യാദവിന്റെ കഴിഞ്ഞ മാച്ചത്തെ പ്രകടനം ഇറങ്ങി കഴിഞ്ഞാൽ വളരെ മോശമായിരുന്നു. കാരണം ഭയങ്കര അടി വാങ്ങി കൂട്ടുന്ന ഒരു പ്ലെയർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മായങ്ക് യാദവ് മാറിയിട്ടുണ്ട്. അതായത് മൂപ്പരെ ഫേസിൽ വന്ന ചെറിയൊരു വേരിയേഷനാണ്. അതായത് ഇപ്പോൾ 150 മേലെ എറിയാൻ സാധിക്കുന്നത്, 156 157 ബോൾ ചെയ്ത ബോളർക്ക് ഇപ്പം അത്രയ്ക്ക് സാധിക്കുന്നില്ല. അത് പരിക്ക് മൂലമാണ്, നമുക്കറിയാം. ഇനി ഈ കളി നടക്കുന്നത് ചെപ്പോക്കിലാണ്. ചെപ്പോക്കിൽ ചിലപ്പോൾ ബാറ്റിംഗ് പിച്ചാവാം, ചിലപ്പോൾ ബോളിംഗ് പിച്ചാവാം. പക്ഷേ പിച്ച് റിപ്പോർട്ട് പ്രകാരം മിഡിൽ ഓവറുകളിൽ സ്പിന്നർമാർക്ക് ടേൺ കിട്ടാതെ സാധ്യത ഉണ്ട്. അതുകൊണ്ട് സ്പിന്നർമാർ അവിടുത്തെ പ്രകടനം രണ്ട് ടീമിനെയും നന്നായിട്ട് ബാധിച്ചേക്കാം. LSTനേക്കാൾ കൂടുതൽ സ്പിന്നിങ് മികവുള്ളത് അത് ചെന്നൈ തന്നെ കാണും. വിഘ്നേഷ് റാത്തി, അതേപോലെ ഷാബാസ് അഹമ്മദ്, അങ്ങനത്തെ രണ്ട് സ്പിന്നർമാരേ ഉള്ളൂ. പക്ഷേ ചെന്നൈയിലാണ് സ്പിന്നർമാർ. വിദേശത്ത് നിന്നുള്ള രണ്ട് നല്ല സ്പിന്നർമാരുണ്ട്. അക്കീൽ ഹുസൈനും ഉണ്ട്, അതേപോലെ തന്നെ നൂർ അഹമ്മദും ഉണ്ട്. അപ്പോൾ സ്പിന്നർമാർക്ക് ടേൺ ലഭിക്കാമെന്ന് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെന്നൈക്ക് ഒന്നും കൂടി മുൻതൂക്കം കൂടും. അതായത് LSTനേക്കാൾ മുൻതൂക്കം കൂടും. പക്ഷേ LSTനെ നമ്മൾ ഒരിക്കലും താഴേക്ക് കളയുന്നില്ല. കാരണം ഇപ്പോൾ അവരെ പ്രോപ്പർ 11 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു 11 ആണ്. ഋഷഭ് പന്ത് വൺ ഡൗണിൽ നിന്ന് മാറി ഇപ്പോൾ ബാക്കിലേക്ക് പോയത്, മിഡിൽ ഓർഡറിലേക്ക് പോയതോടെ ആ സ്ഥാനത്ത് പൂരനെ കൊടുത്തിട്ടത് നല്ലൊരു തീരുമാനമായിട്ടാണ് നിൽക്കുന്നത്. കാരണം പൂരൻ ഇപ്പോൾ രണ്ട് കളിയിലും നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ഫസ്റ്റത്തെ കളി മുംബൈനായിട്ട് നന്നായിട്ട് കളിച്ചു, രണ്ടാമത്തെ കളി നന്നായിട്ടുള്ള ഡെലിവറിയിട്ടുണ്ട്. ഫസ്റ്റ് കളി വെച്ചെങ്കിൽ ആ സ്ഥാനം കിട്ടിയ ഫസ്റ്റത്തെ കളി ആ സ്ഥാനം എൻ്റെതാണ് എന്ന് ഉറപ്പിക്കുന്ന ഒരു കളി എന്ത് ചെയ്തിട്ടുണ്ട്, പൂരം കാഴ്ചവെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മിച്ചർ മാഷ് കഴിഞ്ഞ കളിയിൽ സെഞ്ചുറി അടിച്ചിട്ടാണ് നിൽക്കുന്നത്. സോ അതിനർത്ഥം ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, LSTനെ നമ്മൾ താത്തി പറയാൻ പറ്റില്ല. LSTക്ക് ഇപ്പോഴും എന്തുണ്ട്, പ്രതീക്ഷകളുണ്ട്, പ്ലേ ഓഫിലേക്ക് പ്രതീക്ഷയുണ്ട്. അപ്പോൾ നല്ലൊരു ഫൈറ്റിംഗ് മാച്ച് ആയിരിക്കും ഇത് ചെന്നൈയിനെ സംബന്ധിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു പ്രോപ്പർ 11 ഉണ്ടാകും. ആ പ്രോപ്പർ 11 ഒന്ന് ടച്ചായി വരുമ്പോഴേക്ക് എന്ത് ചെയ്യും, ഒന്ന് പരിക്ക് പറ്റിയ ഒരാൾ പോകും. ദെൻ പിന്നെ ഒരു പ്രോപ്പർ 11 ഉണ്ടാക്കുമ്പോഴേക്ക് 2-3 കളി തോറ്റിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ് ചെന്നൈയുടെ അവസ്ഥ. ഈ ഒരു സീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിക്കിന്റെ കളിയാണ്. സീസൺ തുടങ്ങും മുതൽ പരിക്കാണ്. പിന്നെ ധോണിയുടെ കാര്യം, ധോണി ഇന്ന് കളിക്കില്ല എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ് കാരണം എന്നറിയില്ല. പരിക്കെന്ന് പറയുന്നത് പരിക്കാണോ എന്താണെന്ന് കാരണം എന്നറിയില്ല. നമ്മളൊക്കെ ധോണി ഫാൻസാണ്. ഈ ഡ്രസ്സ് വരെ ധോണി ഫാൻസാണ്. ഞാൻ കട്ട ധോണി ഫാൻസാണ്. നമുക്കിടെ നമ്മൾ ധോണിയുടെ കളി ആ ഒരു 10 മിനിറ്റത്തെ കളി കാണാതെ തന്നെയാണ് അവിടെ ഇരിക്കേണ്ടത്. അപ്പോൾ അത് ഇനിയും കാത്തിരിക്കേണ്ടി വരും. ഇനി ആകെ 3 മാച്ച് ബാക്കിയുള്ളത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ധോണി കളിക്കുമോ എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള ഇതുമില്ല. പിന്നെ സഞ്ജു സാംസൺ 4 കളി കളിച്ചു. ആ 4 കളിയും ചെന്നൈ വിജയിച്ചു. അതിൽ കഴിഞ്ഞ കളിയിൽ ഒരു സങ്കടം വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സെഞ്ചുറി ജസ്റ്റ് നഷ്ടപ്പെട്ടതാണ്. കുറച്ചും കൂടി കാർത്തിക് ശർമ്മയ്ക്ക് ഒന്നും ഡിഫെൻഡ് ചെയ്ത് കളിച്ച് സിംഗിൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ സഞ്ജു സാംസൺ അവിടെ അടിച്ച് തീർത്തിരുന്നു. അവിടെ പിന്നെ റൺ റേറ്റ് നോക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് പണ്ട് കാര്യമില്ല. കാരണം ചിലപ്പോൾ സഞ്ജു സാംസൺ പറഞ്ഞതായിരിക്കാം, നീ അടിച്ചോ പ്രശ്നമില്ല എന്നുള്ളത് പറഞ്ഞതായിരിക്കാം. അങ്ങനെയെങ്കിൽ 3ാമത്തെ സെഞ്ചുറി കഴിഞ്ഞ മാച്ചിൽ തന്നെ സഞ്ജു സാംസൺ അടിക്കായിരുന്നു. ഋതുരാജ് ഗെയ്ക്വാഡ് കുറച്ച് മെല്ലെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി പോകെ എന്താവും അറിയില്ല. ഇനി റണ്ണ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇയാൾ സ്പീഡ് കളിക്കുമോ എന്നുള്ളത് അറിയില്ല. പിന്നെ ഉർവിൽ പട്ടേൽ അടിക്കുന്നുണ്ട്, നമുക്ക് കണക്ഷൻ കിട്ടുന്നില്ല. കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ 6ന്റെ പുറത്താണ്. അതാണ് ഒരു അവസ്ഥ സാരത് ഉർവിൽ പട്ടേലിൻ്റെ ഇതിൽ. പിന്നെ എനിക്ക് കാർത്തിക് ശർമ്മയുടെ കാര്യമാണ് പറയാനുള്ളത്. കാർത്തിക് ശർമ്മ കഴിഞ്ഞാൽ T20ക്ക് പറ്റിയൊരു പ്ലെയറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മെല്ലെ കളിച്ച് പിന്നെ സ്റ്റാർട്ട് ലഭിക്കുന്ന പ്ലെയറാണത്. മെല്ലെ തുടങ്ങി സ്റ്റാർട്ട് ലഭിക്കണം. അല്ലാതെ അഗ്രസീവ് ക്രിക്കറ്റ് കളിക്കാൻ ആൾക്ക് അറിയില്ല. സോ മോഡേൺ ക്രിക്കറ്റിന് പറ്റില്ല, പക്ഷേ ഏകദിനത്തിലോ കളിപ്പിക്കാൻ പറ്റിയ നല്ലൊരു പ്ലെയറാണ്. പിന്നെ ഡെവാർഡ് ബ്രേവിസ്, ശിവൻ ദൂബെ അങ്ങനത്തെ പ്ലേയേഴ്സൊക്കെ ഉണ്ട്. ബോളിങ്ങിൽ ചെന്നൈ ബോളിങ്ങിൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടി വരിക നൂർ അഹമ്മദിന്, അതേപോലെ അക്കീൽ ഹുസൈനെയാണ്. രണ്ടുപേര് ഫോമായി കഴിഞ്ഞാൽ ചെന്നൈക്ക് സിമ്പിളായിട്ട് കളി കൈപ്പിടിയിൽ വെക്കാം. അതേപോലെ LSTക്ക് ഒരുപാട് പ്രതീക്ഷയാണ്. മിച്ചൽ മാർഷ് കഴിഞ്ഞ കളിയിൽ സെഞ്ചുറി അടിച്ച് നിൽക്കുകയാണ്. നിക്കോളാസ് പൂരൻ നല്ല ഫോമിലാണ്. ഒരു കാമിയോ ഇന്നിങ്സ് ഋഷഭ് പന്ത് കഴിഞ്ഞ കളിയിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. ഒരുപാട് പുതുമുഖങ്ങളുണ്ട് ബോളിങ്ങിൽ.
പ്രിൻസ് യാദവ്, മുഹമ്മദ് ഷാമി. മുഹമ്മദ് ഷാനിക്ക് ഒന്നുകൂടി നന്നായിട്ട് ബോൾ ചെയ്യുന്നത് പ്രിൻസ് യാദവാണ്. പിന്നെ മുസിങ്ങാൻ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ബോളറാണ്. അപ്പോൾ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രശ്നമില്ല LSGക്ക്, അതേപോലെ തന്നെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് വന്നിട്ടുണ്ട്. ഈ കളി എന്താവുന്നില്ല അറിയില്ല, ഹൈ സ്കോറിംഗ് മാച്ച് ആവാം. പക്ഷേ സ്പിന്നർമാർക്ക് ടേൺ ലഭിക്കുന്നു പറയുന്നുണ്ട് മിഡിൽ ഓവറിൽ എന്താ സംഭവിക്കുന്നില്ല അറിയില്ല. നമുക്ക് കളി കഴിഞ്ഞ ശേഷം ബാക്കി റിവ്യൂസ് ഇടാം. ഓക്കെ ബൈ, വേറൊരു വീഡിയോ ആയിട്ട്